ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് റാലി. ഇന്ന് ഫുഡ് റാലി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഈവനിങ് നമുക്ക് ഫാമിലിക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഉപ്പലിനടുത്തുള്ള ശില്പാരാമം മിനി പാർക്കിലേക്കാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് 40 രൂപയാണ്, കുട്ടികൾക്ക് 20 രൂപയും. പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെയുണ്ട്, അതിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. ഇതൊരു ചെറിയ പാർക്ക് മാത്രമല്ല, ഇവരിവിടെ തന്നെ ചെയ്തെടുക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ റിഫ്രഷ്മെന്റ് ഏരിയയും കൂടിയുണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ ചെറിയ രീതിയിൽ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ക്വാളിറ്റി വളരെ പൂറാണ്. എന്നിരുന്നാലും നമുക്ക് ബോട്ടിംഗ് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചാർജ് കൊടുത്ത് പെഡൽ ബോട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വർക്കിംഗ് ആയിരുന്നില്ല ഞങ്ങൾ ചെയ്തപ്പോൾ. ഈ പാർക്കിന് ചുറ്റും നമുക്ക് ഇങ്ങനെ വാക്കിംഗ് ഏരിയ ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ വാഷ്റൂമാണ്. അതിന്റെ മുതലൊക്കെ നല്ല രീതിയിൽ അവർ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാർക്കിന് വേറെ പ്രത്യേകത പല രൂപങ്ങളിലുള്ള പ്രതിമകളാണ്. പല സ്ഥലത്തും ഇതുപോലെയുള്ള പ്രതിമകൾ കാണാനായിട്ട് സാധിക്കും. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ പാർക്കിന്റെ നടുവിലുള്ള ഈ ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ. ഏകദേശം 500ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന പരിപാടികൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ തന്നെ അവരിത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ദസറ, ദീപാവലി അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പല പരിപാടികളും ഇവിടെ അവർ തയ്യാറ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ലൈറ്റും സൗണ്ടും എല്ലാം ഇവിടെ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. ഇതാണ് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നീലാകാശവും വെള്ളമേഘങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റേജിൽ എത്ര കലാകാരന്മാര് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് കാണും. വൈകുന്നേരമാകും ചെറിയതായിട്ട് ഇരുട്ട് വീഴുന്നു. അതുകൊണ്ടായിരിക്കണം പക്ഷികളൊക്കെ കൂടുതലായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെയും കുറച്ചു നേരം മുന്നോട്ട് നടന്നു. അപ്പോഴാണ് നമ്മൾ ഈ കലാരൂപങ്ങളുടെ പ്രതിമകൾ കാണുന്നത്. നമുക്ക് അവിടെ കയറി നിന്ന് നമ്മുടെ ഫേസ് വെച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഈ പാർക്കിന്റെ അവസാന ഭാഗത്തും കുട്ടികൾക്കായിട്ട് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, തീർച്ചയായിട്ടും അവർ ഹാപ്പി ആയിരിക്കും. ഇനി നമ്മൾ നടന്ന ക്ഷീണിച്ചെങ്കിലുകൊണ്ട് പേടിക്കണം. നമുക്ക് ഈ പുൽത്തകടിയിൽ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിക്കാം. ഈ കാണുന്നതാണ് ഇവരോട് തയ്യാറാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സിന്റെ സെയിൽസ് ഒക്കെ ചെയ്യുന്ന ഷോപ്പുകൾ. ഇവിടെ പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവർ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നവയാണ് ഇതെല്ലാം. ഇതൊന്നും മേടിക്കാനുള്ള ഉദ്ദേശമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം ഷോപ്പുകളിലൊന്നും കയറിയില്ല. ഇവിടെ ഞങ്ങൾ കൂടുതൽ കണ്ടതും ഡ്രസ് ഐറ്റംസിന്റെ ഷോപ്സ് ആയിരുന്നു. ഇത് കൂടാണ്ട് മറ്റു വളകളും അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഹൈടെക് സിറ്റിയിലുള്ള ശില്പാരാമിന്റെ അത്രയും വലുതല്ല ഉപ്പറിലുള്ള ഈ മിനി ശില്പാരാം. എന്നിരുന്നാലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളപ്പോൾ അവിടെ പോയിട്ടില്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കുക, അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.